ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ, ഉത്കണ്ഠ, ബ്രെയിൻ ഫോഗ്, അതായത് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഒരു മന്ദത. ഇവയിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുക്തി നേടാനാവും. നമ്മുടെ ജീവിതശൈലി മാറി മറിഞ്ഞുകൊണ്ട് നല്ലൊരു എനർജറ്റിക് ആയിട്ടിരിക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ, കുറച്ച് ശൈലിയിൽ മാറ്റം വരുത്തുക, അതേപോലെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഈ മാനസിക പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ പറ്റും. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് മാനസിക സമ്മർദ്ദം എങ്ങനെ കുറക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ഷമീറുദ്ദീൻ, അൽസൈത്തൂൻ ഫാർമസി, കൽബ ഫുജേറ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട 3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഡോപാമിൻ, സെറിട്ടോണിൻ, അതേപോലെ ഗാബ അഥവാ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. ഈ ട്രാൻസ്മിറ്റേഴ്സിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പറ്റിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സമ്മർദ്ദങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടാൻ പറ്റും. രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു മന്ദത, ഒരു മൂഡില്ലായ്ക, അല്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിക്കുക. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അൺനോൺ ഡിപ്രഷൻ എന്നൊക്കെ. അതേപോലത്തെ ഒരു അവസ്ഥ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോട് ഒരു മന്ദത, എല്ലാം നിർത്തി ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കാം എന്നുള്ളൊരു ചിന്ത. ഇതേപോലത്തെ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ആരെങ്കിലും അഭിമുഖീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ 3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഗാബ, സെറട്ടോണിൻ, ഡോപാമിൻ എന്നിവയുടെ അസന്തുലിതാവസ്ഥയാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിലെ ഭൂരിഭാഗം ട്രാൻസ്മിറ്റേഴ്സും ഗട്ടിലെ നല്ല ബാക്ടീരിയകളാണ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. സെറിട്ടോണിൻ അതിന്റെ 90 മുതൽ 95% നമ്മളെ ഗട്ടിലാണ് ഉത്പാദിപ്പിക്കുന്നത്. ഇവയെല്ലാം ഗട്ട് ബ്രെയിൻ ആക്സിസ് പ്രകാരം നമ്മളെ ബ്രെയിനിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ഈ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഉൽപാദനം കൂട്ടിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. അതിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. ലാക്ടോബാസിലസ്, ബിഡോബാക്ടീരിയം, സ്റ്റെഫൈലോകോക്കസ്, ബാസിലസ്, പ്രോട്ടിയം, സെറേഷ്യ എന്നീ നല്ല ബാക്ടീരിയാസിനെ നിങ്ങളെ കുടലിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം, പ്രോസസ്ഡ് ഫുഡുകളുടെ ഉപയോഗം, അമിതമായിട്ടുള്ള ഉപ്പ് എന്നിവയെല്ലാം ഒന്ന് കുറക്കുക. പുളിയില്ലാത്ത തൈര്, കെഫീർ, കിംച്ചിൻ, അച്ചാറുകള്, പഴങ്കഞ്ഞി, ചീസ്, ട്രഡീഷണൽ ബട്ടർ എന്നിവയെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ ഒരുപാട് ഫൈബേഴ്സ് കഴിക്കാൻ ശ്രമിക്കുക. പ്രോബയോട്ടിക്സിന്റെ ഒരു ഫുഡാണ് പ്രീബയോട്ടിക്. ഈ പ്രീബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈബേഴ്സ് ആണ്. ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകൾ ലഭിക്കുന്നതാണ്. അതായത് ഇമ്മ്യൂണിറ്റി കൂടുക, ഫംഗസിന്റെ പ്രശ്നങ്ങൾ മാറുക, താരൻ മാറുക, സ്കിൻ ഡിസീസസ് മാറുക. തീർച്ചയായിട്ടും നിങ്ങളെ ഗട്ടില് നല്ല ബാക്ടീരിയാസിനെ വളർത്തിയെടുക്കുക, നിങ്ങളുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുക, നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, ടെൻഷൻ ഇല്ലാത്ത, ഡിപ്രഷൻ ഇല്ലാത്ത ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനെസ്.